സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിൽ മികച്ച നാടകവും എ ഗ്രേഡും കരസ്ഥമാക്കി നാടകം കക്കൂസ്. ബാലസംഘം മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും നാടക പ്രവർത്തകനുമായ അമാസിസ് ശേഖരന്റെ സംവിധാന മികവിൽ അരങ്ങിലേക്കെത്തിയ നാടകം കൊല്ലം നീരാവിൽ SNDP/HSS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവതരിപ്പിച്ചത്. സംവിധായകൻ അമാസ് കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി നാടക വിഭാഗത്തിൽ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച ടീമംഗങ്ങളാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ സംവിധായകൻ അമാസിനെ പരിചയപ്പെടുത്തുമ്പോൾ ബാലസംഘത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അമാസ് സംവിധാനം ചെയ്ത നാടകമാണ് ഇപ്പോൾ അരങ്ങിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ നാടകത്തെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്? നാടകത്തിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് തോട്ടിത്തൊഴിലാളികളുടെ പ്രശ്നം പറയുന്ന ഒരു നാടകമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനം ആമയിഴഞ്ചാൻ തോട്ടിൽ അപകടമരണത്തിൽപ്പെട്ട ജോയിയുടെ ഒരു ജീവിതകഥയാണ് പറയുന്നത്. കാര്യം നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അത് അയാളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് അയാളെ ഈ ഒരു തൊഴിലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ തൊഴിലിടത്തിൽ മരണപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് നമ്മൾ ഈ നാടകത്തിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിലും ഈ കൊല്ലം അമാസ് പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ് അരങ്ങിലേക്ക് എത്തുന്നത്. ആ നാടകത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10ാം ക്ലാസ്സിലെ ഉഴപ്പന്മാരായിട്ടുള്ള കുട്ടികളുടെ പക്ഷം പറയുന്നൊരു നാടകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എയിലെയും ബിയിലെയും സിയിലെയും കുട്ടികളെ പൊതുപരീക്ഷയാകുമ്പോഴേക്കും പഠിക്കാത്ത കുട്ടികളെ D എന്നൊരു ഡിവിഷൻ ഉണ്ടാക്കി ആ ഡിവിഷനിലേക്ക് ആക്കുകയും ആ ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികൾ അസംബ്ലി അവതരിപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വരെ റാപ്പ് പാടുന്നതാണ് കഥ. അപ്പോൾ കുട്ടികൾക്കിപ്പോഴും ഈശ്വര പ്രാർത്ഥനയൊന്നും പാടുന്നത് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ അവരുടെ സംഗീത സങ്കല്പങ്ങളൊക്കെ മാറി. അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് ട്രെൻഡിനനുസരിച്ച് മാറേണ്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കുട്ടികൾ. അപ്പോൾ ഞങ്ങളുടെ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര പ്രാർത്ഥനയല്ല. കാര്യം ശാസ്ത്രം പഠിക്കുന്ന സ്കൂളിൽ എന്തിനാണ് ഈശ്വര പ്രാർത്ഥന പാടേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് കുട്ടികൾ ചോദിക്കുന്നത്. അത് ചോദിക്കാൻ പഠിക്കുന്ന കുട്ടികളല്ല വേണ്ടി വന്നത്, ക്ലാസ്സിലെ ഉഴപ്പന്മാരാണ് വേണ്ടി വന്നത്. അപ്പോൾ അവന്മാരെ റാപ്പ് പാടണതും അവന്മാരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതും പിന്നെ അവന്മാർക്ക് പുറകെ സ്കൂളിലുള്ള അധ്യാപകർ ഈ നാട് മൊത്തം പോകുന്നതാണ് ടെൻഡി റാപ്പേഴ്സിൻ്റെ കഥ. ഈ ബാലസംഘം കലാജാഥകളൊക്കെ ഈ കലാജീവിതത്തിൽ തുണയായിട്ടുണ്ട്. ബാലസംഘം വേനൽത്തുമ്പിയാണ് നമ്മളെ നാടകത്തിലേക്ക് എത്തിക്കുന്നത്. ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പിലൂടെയാണ് നാടകം എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പഠിക്കുന്നത് ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പിലൂടെയാണ്. അപ്പോൾ ഈ ഭാവി കാര്യങ്ങൾ, അപ്പോൾ ഡ്രാമ സ്കൂൾ വിദ്യാർത്ഥികൾ ഡ്രാമ സ്കൂളിൽ ഇപ്പോൾ PG 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ തിയേറ്റർ രംഗത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ റീജിയണൽ തിയേറ്ററായിട്ട് നാട് മുഴുവനും സഞ്ചരിച്ച് കുട്ടികളുടെ ചെറിയ ചെറിയ നാടക സംഘങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നൊരു കാര്യം. നായകൻ നടൻ ജോയി സംവിധായകനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അങ്ങനെ പറയാനൊന്നുമില്ല. നമുക്ക് ഈ ക്യാരക്ടർ എന്തുവാണെന്ന് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി തരും. നമ്മൾ വേറെ ആർക്കും വേണ്ടി കളിക്കേണ്ട, ഫസ്റ്റ് വേണ്ട, സെക്കൻഡ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് നമ്മളെ കയ്യിരിക്കുന്ന ആശയം പറഞ്ഞു കൊടുത്താൽ മതിയെന്നാണ് നമുക്ക് എപ്പോഴും അമാസ് പറയുന്നത്. പിന്നെ ഒരു സംവിധായകനെ കണക്കല്ല അമാസ് നമ്മളെടുത്ത് നിൽക്കുന്നത്. നമ്മളെ കൂടെ അഭിനയിക്കുന്ന ഒരു അഭിനേതാവിനെ കണക്കാണ് അമാസ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്, ഞങ്ങളുടെ കൂടെ എല്ലാവരുടെ അടുത്തും നിന്നിട്ടുള്ളത്. അമാസ് എന്നുള്ള പേര് വിളിയിൽ തന്നെ ഒരു +2 വിദ്യാർത്ഥി, ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി PGക്ക് പഠിക്കുന്ന ആശാനെ വിളിക്കുന്ന അമാസ് എന്നാണ്. അതിൽ തന്നെ ബാലസംഘത്തിലൂടെ വളർന്നു വന്നതിൻ്റെ ഒരു ഗുണം കാണാനുണ്ട്. ഏതായാലും ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.